ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെറീസ് ആൻഡ് മോം. ഞങ്ങൾ എങ്ങോട്ടാണ് പോണെന്നല്ലേ? സ്കൂളിൽ പോവാം. അമ്മ നമ്മളെ സോദകം പറഞ്ഞില്ല. നമ്മളിതാ റെഡി ആയിട്ടിരിക്കുവാണ്. നമ്മള് പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്കിന്ന് ഫസ്റ്റ് ഒരു മീറ്റപ്പ് ഉണ്ട്. അതിന് നമ്മള് ഫാമിലി ആയിട്ട് പോവുകയാണ്. ഫാമിലി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി. അപ്പം മുകളിലാണ് പ്രൈമറി ബ്ലോക്ക് വരുന്നത്. അവരുടെ ക്ലാസ് മുകളിലാണ്. അപ്പം മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. പിന്നെ നമുക്ക് അവിടെ നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ്. നല്ല മരങ്ങളായിട്ട് നിറഞ്ഞ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് കാണാൻ നല്ല ഗ്രീനറി ഉള്ളതാണ്. ഇതൊരു കോറിഡോറ്. അവിടെ നിന്ന് ഇതാണ് അവരുടെ ക്ലാസ് റൂമൊക്കെ ഇടയിൽ നല്ല അട്രാക്റ്റീവായിട്ടാണ് അവർ നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് അവരുടെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. ബുക്സ്, നോട്ട്ബുക്ക്, പിന്നെ അവർ പറഞ്ഞ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് കൊടുക്കാനായിട്ടാണ് നമ്മളിന്ന് വന്നത്. ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോവാം. ജൂൺ 4 വെനസ്ഡേ ആണ് അവർ ക്ലാസ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ് റൂം ഇതാണ്. അപ്പോൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ചെയറും ഡെസ്കും ഒക്കെ ഉണ്ട്. പിന്നെ ഷെൽഫുണ്ട്. അവരുടെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഓരോ ക്ലാസ്സിനും ഓരോ കൊച്ചമ്മമാരുണ്ട്. അവരാണ് കുട്ടികളെല്ലാം ടേക്ക് കെയർ ചെയ്യുന്ന ഈ സാധനങ്ങളെല്ലാം അവർ തന്നെയാണ് വാങ്ങിച്ചു വയ്ക്കുന്നത്. പിന്നെ ക്ലാസ് റൂമൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്ലാസ് റൂമാണ്. നല്ല അട്രാക്റ്റീവായിട്ട് കുട്ടികളെ ഭയങ്കര അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിലൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് ക്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല 2 വിൻഡോ ഒക്കെ ഉണ്ട്. പുറത്തോട്ടൊക്കെ ഉള്ള വ്യൂ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ക്ലാസ് റൂമാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നുമില്ല. ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് ID കാർഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോൾ തന്നെ അവരിങ്ങനെ പഠിക്കുന്ന രീതിയിലുള്ള 1, 2, 3 ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കുന്ന കുറച്ച് അട്രാക്ഷൻ തോന്നി കയറി പോകുമ്പോഴൊക്കെ ഇത് കാണാൻ നല്ല ഭംഗിയാണല്ലോ, പഠിക്കുകയും ചെയ്യാം. ആ രീതിയിലൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ തന്നെ പാർക്കുണ്ട്. പാർക്കാണെങ്കിൽ നല്ല വലിയ പാർക്കാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല നീറ്റായിട്ടുള്ള പാർക്കാണ്. അന്നത്തെ ദിവസം നമ്മൾ പോയിട്ടുണ്ടെന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴ പെയ്ത് ഒന്ന് നനഞ്ഞൊക്കെ കിടക്കുവാണ്. സ്വിങ്ങൊക്കെ ആണെങ്കിലും നനഞ്ഞൊഴിക്കുവാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾ വന്ന് കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് പാർക്കിൽ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവരുടെ ബ്ലോക്കിലേക്കുള്ളൊരു നല്ലൊരു വ്യൂ ആണ്. താഴെ അവർക്ക് പ്ലേ ക്ലാസ് ആണ്. നമ്മൾ താഴത്തെ ഫ്ലോറ് ഫുള്ള് പ്ലേ ക്ലാസ് ആണ്. മുകളിലാണ് മക്കളെ ക്ലാസ്. അപ്പം ഇവിടെ UKG വരെയുള്ള കുട്ടികളാണ്. തൊട്ട് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലാണ് 1 സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾ. അപ്പം മക്കളിങ്ങനെ പാർക്കിലോട്ട് നോക്കി നിൽക്കുകയാണ്. പോകണമെന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പറഞ്ഞു മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കിടക്കുകയാണ്, നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്ന്. അപ്പം ഇങ്ങനെ പാർക്കിലോട്ട് കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ നോക്കി നിൽക്കുവാണ്. പോകണമെന്നുണ്ട്, പക്ഷേ നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയില്ല. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതാണ് 1 സ്റ്റാൻഡേർഡ് മുതലുള്ള ബ്ലോക്ക്. ബാക്കി കുട്ടികളൊക്കെ ഈ ബ്ലോക്കിലാണ്. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.